സൽമാൻ റുഷ്ദിയുടെ അനുഭവമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാത്തിരിക്കുന്നത് എന്ന് ഇറാന്റെ ആത്മീയ നേതാവിന്റെ ഉപദേശകനായിരിക്കുന്ന ജവാൽ ജാരി ധാനി ഔദ്യോഗികമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൊല്ലപ്പെട്ടേക്കാം എന്ന ശീർഷകത്തിലാണ് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ആധികാരികത അദ്ദേഹം കൃത്യമായി പറയുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ വാചകങ്ങൾ തുടങ്ങുന്നത് തന്നെ. അമേരിക്കൻ പ്രസിഡന്റ് സുരക്ഷിതനല്ല, അദ്ദേഹത്തിന് സുരക്ഷിതനായിരിക്കാൻ സാധിക്കുകയുമില്ല. ഫ്ലോറിഡയിലെ ആഡംബര വസതിയിൽ സൂര്യപ്രകാശമേറ്റ് കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ പൊക്കിളിൽ ഒരു ചെറു ഡ്രോൺ ഇടിച്ചു വരും എന്ന് അദ്ദേഹം പ്രതീക്ഷിക്കണം. അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ആ യുഗം അവസാനിപ്പിക്കുക എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. ദൈവത്തിൻ്റെ ശത്രുക്കളെ നീക്കം ചെയ്യുക എന്നുള്ളത് നിയോഗിക്കപ്പെട്ടതാണ്. ആ ദൗത്യം ഇറാൻ ഏറ്റെടുക്കുന്നു. മറ്റു മുസ്ലിം രാജ്യങ്ങളും തീർച്ചയായിട്ടും ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കും എന്നുകൂടിയാണ് ഇറാന്റെ ആത്മീയ നേതാവായിരിക്കുന്ന ആയത്തുള്ള അലി ഖംനായിയുടെ വളരെ പ്രധാനപ്പെട്ട ഉപദേശകരിൽ ഒരാളായിരിക്കുന്ന ജവാൽ ജാരി ധാനി പറഞ്ഞത്. ഇത് അന്താരാഷ്ട്ര മേഖല വലിയ രീതിയിൽ ചർച്ച ചെയ്തിരിക്കുകയാണ്. ഇറാന്റെ ചില മാധ്യമങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണ കുറിപ്പ് തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. ഇറാൻ വെറുതെ പറയാറില്ല, പറയുന്നത് എവിടെയെങ്കിലും എത്തിക്കാറുണ്ട്. അങ്ങനെ വെറുതെ പറയുന്ന രാജ്യങ്ങൾ ഈ ഇസ്രായേലിനെ പോലെ അമേരിക്കയെ പോലെ നടക്കാത്തൊരു കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും അതിങ്ങനെ മാറ്റി പറയുകയും ചെയ്യുന്ന പ്രവർത്തനമൊന്നുമില്ല. എന്തെങ്കിലും ഒരു പ്രവൃത്തി പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് നടപ്പിലാക്കും. എന്താ അതിന് ഉദാഹരണം? ആ ഉദാഹരണം പറഞ്ഞത് 1988 സൽമാൻ റുഷ്ദി പുറത്തിറക്കിയിരിക്കുന്ന സാത്താനിക് വേസ്, പ്രവാചകനെയും മതത്തെയും വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടാണ് സൽമാൻ റുഷ്ദി ആ ഗ്രന്ഥം എഴുതിയത്. 1989 ഫെബ്രുവരി 14 ആയത്തുള്ള കൊമേനി, അന്ന് ഇറാൻ ഭരിച്ചിരുന്ന ആയത്തുള്ള കൊമേനി അദ്ദേഹത്തിനെതിരെ വധശിക്ഷ പ്രഖ്യാപിച്ചുകൊണ്ട് ഫത്വ ഇറക്കി. നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് ഈ സൽമാൻ റുഷ്ദിയെ കാണുകയാണെങ്കിൽ നിങ്ങൾ കൊല്ലുക. 1989 $10 ലക്ഷം ഇനാം പ്രഖ്യാപിച്ചു. ഓരോരോ വർഷവും അതിങ്ങനെ കൂട്ടി വന്നു. 1999 എത്തിയ സമയത്ത് $3.3 ദശലക്ഷം ആയിട്ട് അത് മാറി. അപ്പോൾ അതോടനുബന്ധിച്ച് വലിയ സുരക്ഷാ സംവിധാനം ബ്രിട്ടനും അമേരിക്കയും ഏർപ്പെടുത്തി. ഇയാൾ പുറത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് വലിയ സംവിധാനങ്ങളായിരുന്നു, പരമാവധി പുറത്തിറങ്ങാൻ പറ്റില്ലായിരുന്നു. പിന്നീട് രാജ്യത്തിൻ്റെ ഒരു പ്രസിഡന്റ് എങ്ങനെയാണോ പുറത്തിറങ്ങുന്നത് ആ രീതിയിലായിരുന്നു സൽമാൻ റുഷ്ദി ആ കാലത്തൊക്കെ പുറത്തിറങ്ങിയത്. 2022 ഓഗസ്റ്റ് മാസം 12 ന്യൂയോർക്കിൽ വെച്ച് വധശ്രമം ഉണ്ടായി. ബോംബേറുണ്ടായി എന്ന് പറയുന്നു, പിന്നെ വെടിവെപ്പുണ്ടായെന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ 2 അംഗരക്ഷകർക്ക് വലിയ രീതിയിൽ ഗുരുതരമായിരിക്കുന്ന പരിക്കേറ്റു. ഇദ്ദേഹം രക്ഷപ്പെട്ടു. പക്ഷേ ഒരു കണ്ണിൻ്റെ കാഴ്ച പോയി, കണ്ണ് പൊട്ടിപ്പോയി. പിന്നെ അത് അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിലുള്ള അമേരിക്കൻ പൗരനാണ് ഈ പ്രവൃത്തി ചെയ്തത് എന്നുള്ളത് ലോകത്തെ അതിശയിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. ഇറാനികൾ അവിടെ പോയി ചെയ്തൊന്നുമല്ല. അപ്പോൾ ഈ അമേരിക്കയും ഇറാനും തമ്മിൽ അല്ലെങ്കിൽ അവിടുത്തെ പൗരന്മാരും തമ്മിലൊക്കെ ഒരു കണക്ഷൻ ഉണ്ട്, ബന്ധങ്ങളുണ്ട് എന്ന് സൽമാൻ റുഷ്ദിയുടെ വധവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം നിങ്ങൾ ഓർക്കണം എന്ന് ഒരു മുന്നറിയിപ്പ് കൂടി യഥാർത്ഥത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റ് നൽകിയിരിക്കുന്നു. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഏതർത്ഥത്തിലാണ് സുരക്ഷിതനാണ് എന്ന് നിങ്ങൾ പറയുന്നത്? ഇലക്ഷൻ പ്രചരണത്തോടനുബന്ധിച്ച് വധശ്രമം നടന്നു, നിങ്ങളുടെ ചെവിക്ക് വെടിയേറ്റു. ആ ചെവിക്ക് വെടിയേറ്റവുമായിട്ട് ബന്ധപ്പെട്ട് ആ പ്രതിയെ നിങ്ങൾ വെടിവെച്ച് കൊന്നു. അതിനാണ് ഏറ്റവും വലിയ മണ്ടത്തരം. ആരാണത് ചെയ്തത്, അതിൻ്റെ സംവിധാനം എന്താണ് എന്നതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോലും നിങ്ങൾക്ക് സാധിക്കാത്ത വിധം തെളിവ് നിങ്ങൾ നശിപ്പിക്കുകയായിരുന്നു. തെളിവ് നശിപ്പിക്കാതെ അയാളെ പിടികൂടിയിട്ട് അവരെ ചോദ്യം ചെയ്യാനുള്ള ഒരു ക്ഷമ പോലും അമേരിക്ക കാണിച്ചിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുന്നതൊക്കെ മണ്ടത്തരം തന്നെയാണ്. അമേരിക്കൻ പ്രസിഡന്റുമാർ ഇതിന് മുമ്പൊക്കെ മരണപ്പെട്ടിട്ടുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത് എന്നൊരു സൂചന കൂടി ഈ വിഷയത്തോട് കൂടി വന്നിരിക്കുകയാണ്. അപ്പോൾ കഠിനമായിരിക്കുന്ന വാക്ക് പ്രയോഗം നടത്തിയിട്ടാണ് അദ്ദേഹം പറയുന്നത് ട്രംപിൻ്റെ പൊക്കളിൽ മിസൈൽ കയറ്റുമെന്ന് ഇറാൻ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യമൻ്റെ പത്രങ്ങൾ ഹെഡിങ് ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതീവ ഗുരുതരമായിരിക്കുന്ന ഒരു വിഷയമാണ്. ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ മറ്റൊരു രാജ്യത്തിൻ്റെ ഭരണാധികാരി ഇത്രയും കഠിനമായിരിക്കുന്ന വാക്ക് പ്രയോഗം പറഞ്ഞുകൊണ്ട് വധിക്കുമെന്ന് പറയുന്നതൊക്കെ ലോക ചരിത്രത്തിൽ അത്ഭുതമാണ്, അപൂർവമാണ്. ഇപ്പോൾ 2.5 കൊല്ലത്തിലധികമായി യുദ്ധം നടത്തുന്നു ഇറാനും ഉക്രൈനും റഷ്യയും തമ്മിൽ. അവർ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തരം കഠിനമായിരിക്കുന്ന പ്രയോഗം നടത്തില്ല. വധശ്രമം നടത്തിയിട്ടുണ്ട്. അത് 3-4 പ്രാവശ്യത്തോളം ഉക്രൈൻ്റെ പ്രസിഡന്റായിരിക്കുന്ന വ്ളാഡിമിർ സെലൻസ്കിയെ കൊല്ലാൻ വേണ്ടിയിട്ട് റഷ്യയുടെ പ്രസിഡന്റായിരിക്കുന്ന വ്ളാഡിമിർ പുടിനുമായി ബന്ധപ്പെട്ട വധശ്രമം 4 പ്രാവശ്യം നടന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം പുടിന് നേരെ ഉക്രൈൻ നടത്തിയിട്ടുണ്ട്. അങ്ങനെ ശ്രമങ്ങളൊക്കെ നടത്തി നോക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും കനമുള്ള വാക്ക് അവർ ഇതുവരെ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഫലസ്തീനും
ഇസ്രായേൽ തമ്മിൽ യുദ്ധം തുടങ്ങിയിട്ട് 1.5 വർഷം കഴിഞ്ഞ് 1.25 വർഷത്തിലേക്ക് എത്താൻ പോവുകയാണ്. അവരും ഞങ്ങൾ പരമാവധി ആൾക്കാരെ ഇല്ലാതാക്കും, കൊലപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞു എന്നല്ലാതെ ഈ തരത്തിലുള്ള പ്രയോഗം അവർ നടത്തി. അത് ആരെക്കുറിച്ചാണ് പറഞ്ഞത്? അമേരിക്കയുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ബലമുള്ള, ശക്തിയുള്ള, ബുദ്ധിയുള്ള, രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ കറൻസിക്ക് മൂല്യമുള്ള രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് യഥാർത്ഥത്തിൽ അമേരിക്ക എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആണവായുധമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ 2ാം സ്ഥാനത്താണ് അമേരിക്ക. അവരാണ് അത് പ്രയോഗിക്കുകയും ചെയ്തത്. ജപ്പാനിൽ ഹിരോഷിമയിലും നാഗസയിലേക്കും ആണവായുധം പ്രയോഗിച്ചത് ആരാണ്? അമേരിക്കയാണ്. അപ്പോൾ അത് പ്രയോഗിക്കാൻ അറിയുന്നവരാണ്. അവരുടെ കയ്യിൽ ആ സാധനമുണ്ട്. ആയിരക്കണക്കിന് ഈ ആണവായുധത്തിൻ്റെ ശേഖരം ഉള്ള ഒരു രാജ്യമാണ് അമേരിക്ക. എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനിൽ ഒരു ആണവായുധം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്ന് ഇസ്രായേൽ ഇപ്പോൾ പറഞ്ഞിട്ടില്ല. പൂർത്തീകരിക്കാൻ അവർക്ക് സാധിക്കും, വേണമെങ്കിൽ അടിയന്തരമായിട്ട് ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് ഇസ്രായേലിൻ്റെ ആരോപണം. അതിനെ അമേരിക്കയും പറയുന്നുള്ളൂ, അത് തന്നെ IAEAയും പറയുന്നുള്ളൂ. ഇറാന് ഞങ്ങളുടെ കയ്യിൽ ആണവായുധം ഉണ്ട്, ഇതുവരെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇത്തരം ആയിരക്കണക്കിന് ആണവായുധ ശേഖരമുള്ള അമേരിക്ക ഒരു ആണവായുധം ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയം പോലുള്ള ഇറാനാണ് ഈ കാര്യം പറയുന്നത് എന്നുള്ളത് യഥാർത്ഥത്തിൽ ലോകത്തെ അതിശയിപ്പിക്കുന്ന കാര്യമാണ്. മുഖ്യ ശത്രുവാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ റഷ്യയും അമേരിക്കയും തമ്മിൽ. 2ാം ലോക യുദ്ധത്തിന് ശേഷം പിന്നെ അവരുടെ മെജോറിറ്റിയും ആധിപത്യവും ലോകത്തിന് മുമ്പിൽ ഉണ്ടാക്കാനുള്ള വലിയ ശ്രമങ്ങൾ റഷ്യ ഒരു ഭാഗത്തും, അതായത് സോവിയറ്റ് യൂണിയനും ഒരു ഭാഗത്തും, അമേരിക്ക മറ്റൊരു ഭാഗത്തു നിന്ന് നടത്തിയിട്ടുണ്ട്. അത് ശീതസമരവുമായിട്ട് ബന്ധപ്പെട്ട് 50 വർഷത്തിലധികമാണ് ശീതസമരമൊക്കെ നീണ്ടുപോയത്. വലിയ സാമ്പത്തിക തകർച്ചയൊക്കെ ഉണ്ടായ സംഭവമാണ്. ആ ഒരു രാജ്യം പോലും യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു പ്രയോഗം നടത്തില്ല. 2 രാജ്യത്തിൻ്റെ കയ്യിലും നല്ല സൈനിക ബലവും ശക്തിയും ഉണ്ടായിട്ട് പോലും അവർ പരസ്പരം പറയാത്ത കാര്യം ഇറാൻ പറഞ്ഞു എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. അത് പറയാനുള്ളൊരു കാര്യം അദ്ദേഹം പറയുന്നു, ഞങ്ങളുടെ നേതാവിനെ, ഇറാൻ്റെ ആത്മീയ നേതാവിനെ വധിക്കാൻ ഏതൊരാൾക്കും സാധിക്കും എന്നുള്ള ഏറ്റവും ക്രൂരമായിരിക്കുന്ന പ്രയോഗം നടത്തിയ അമേരിക്കയുടെ പ്രസിഡന്റ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ശത്രുക്കളാണ്. ദൈവത്തിൻ്റെ ശത്രുക്കൾക്ക് ഇരിപ്പിടമുള്ള ദേശമല്ല നമ്മുടെ ഭൂമി. അവർ നീങ്ങേണ്ടവരാണ്, നാട് നീങ്ങേണ്ടവരാണ്, അല്ലെങ്കിൽ അത് തുടച്ചു നീക്കേണ്ടതാണ്. അതിൻ്റെ ഉത്തരവാദിത്തം ഇറാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന തരത്തിലാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങളുടെ വലിയ പിന്തുണയും വലിയ സംരക്ഷണവും ഉണ്ടായിട്ട് പോലും റഷ്ദിക്ക് നേരെ വധശ്രമം നടന്നിട്ടുണ്ട്. ഇറാൻ്റെ പിന്തുണയോട് കൂടിയാണോ അല്ലേ എന്നുള്ള കാര്യമൊക്കെ മറ്റൊരു രീതി. ഏതായാലും സംഭവം നടന്നിട്ടുണ്ട് എന്ന് ഉറപ്പാണ്. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമുള്ള രാജ്യത്തിൻ്റെ പ്രസിഡന്റുമാരാണ് അമേരിക്കൻ പ്രസിഡന്റ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, സത്യമാണ്. എന്നാൽ അവരിൽപ്പെട്ട ആൾക്കാരും വെടിയേറ്റ് മരിച്ചവരുണ്ട്. അപ്പോൾ സുരക്ഷിതത്വം എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇപ്പോഴത്തെ പ്രസിഡന്റിന് ഈ ഇലക്ഷൻ സമയത്ത് വെടിയേറ്റിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് നിഷേധിക്കാൻ വേണ്ടി ഒന്നും പറ്റില്ല. അപ്പോൾ ഇറാൻ്റെ പ്രസിഡന്റ് ആയത്തുള്ള അലി ഖംനായി ഒളിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ താമസിക്കുന്ന ഇടത്തെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരം ഞങ്ങളുടെ കൈവശത്തിലുണ്ട്. ഞങ്ങളുടെ കാരുണ്യം കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഖംനായി ജീവിക്കുന്നത് എന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞതിന് മറുപടി അവർ പറയുന്നത്, എന്ത് സുരക്ഷിതത്വമാണ് നിങ്ങൾക്കുള്ളത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ ദേശത്ത് വെച്ച് നിങ്ങളുടെ മൂക്കിൻ്റെ താഴെ വെച്ചിട്ടാണ് റഷ്ദിക്ക് വെടിയേറ്റത്. നിങ്ങൾ തടയാനൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ പോകുന്ന അതിനെക്കുറിച്ചുള്ള വിശദീകരണം. ഏതായിരുന്നാലും ഇതിപ്പോൾ അങ്ങാടിയിലൊക്കെ ഉണ്ടാകുന്ന രീതിയിലുള്ള പോക്കിരിത്തരവും വെല്ലുവിളിയും പോലെ രാഷ്ട്ര നേതാക്കന്മാരിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അമേരിക്കയുടെ പ്രസിഡന്റിനെതിരെ ഇത്തരം ശക്തമായിരിക്കുന്ന ഒരു ഭീഷണി നടത്താൻ വേണ്ടിയിട്ട് ഇറാൻ കിട്ടുന്ന ധൈര്യം ഇറാൻ്റെ പിറകിൽ ചൈനയും റഷ്യയും ഉണ്ട് എന്നുള്ളതാണ്, യാതൊരു സംശയവുമില്ല. അത് യഥാർത്ഥത്തിൽ അമേരിക്ക അറിയുന്നു. മാത്രമല്ല അമേരിക്കയുടെ അമേരിക്കക്കെതിരെ നിലപാടുകൾ ഇങ്ങനെ ചെറിയ രാജ്യങ്ങൾ പോലും പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയത് നിയന്ത്രണം വിട്ട ഇസ്രായേലുമായിട്ടുള്ള പിന്തുണയാണ്. ഇസ്രായേൽ കൃത്യമായിരിക്കുന്ന മുസ്ലിം ശത്രുവാണ്, മുസ്ലിം രാജ്യങ്ങളുടെ ശത്രുവാണ്. അതിന് നയത്തെയോ ആദർശത്തെയോ നിലപാടിനെയോ സമീപനത്തെയോ ഒരു കാരണവശാലും അംഗീകരിക്കാനും നീതീകരിക്കാനും സാധിക്കാത്തതാണ്. അപ്പോൾ അത്തരം വിഭാഗങ്ങളുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് മുസ്ലിംക്കെതിരെ സംസാരിക്കുന്ന പല സാഹചര്യങ്ങളും അവസ്ഥകളും അമേരിക്കക്ക് ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനത്തെ സാഹചര്യങ്ങളും അവസ്ഥകൾ ഉണ്ടാകുന്ന സമയത്ത് അവർ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും മറ്റുള്ള ലോകരാജ്യങ്ങൾ വന്നിട്ടില്ല. അതുകൊണ്ട് അല്പാൽപമായ രീതിയിൽ അറബ് രാജ്യങ്ങൾ പോലും അമേരിക്കക്കെതിരെ സംസാരിച്ച് തുടങ്ങിയിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഗസ വിഷയങ്ങളൊന്നും വളരെ എളുപ്പത്തിൽ അവസാനിപ്പിക്കാവുന്ന വിഷയങ്ങളാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഗസ വിഷയം അവസാനിക്കുന്നില്ല. അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പറ്റുന്ന വിഷയമാണ്. അവസാനിപ്പിക്കാത്തതിന് പ്രധാനമായിരിക്കുന്ന കാരണം ഇങ്ങനെ തന്നെയാണ്. അകന്നു പോവുകയാണ് അമേരിക്കയുമായിട്ട് മറ്റ് ലോകരാജ്യങ്ങൾ, അറബ് രാജ്യങ്ങൾ പ്രത്യേകിച്ചും. അത് ഭാവിയിൽ വല്ലാത്ത രീതിയിൽ സാരമായിട്ട് അമേരിക്കയെ ബാധിക്കും. ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് മറ്റുള്ള എല്ലാ ലോകരാജ്യങ്ങളുമായിട്ടും തെറ്റിപ്പിരിയുന്ന ഒരു സ്ഥിതിയിലേക്ക് അമേരിക്ക നടക്കുന്ന സമയത്ത് അവർ
പിശാചിൻ്റെ ശത്രുക്കൾ തന്നെയാണ്. ദൈവത്തിൻ്റെ ശത്രുക്കളെ നീക്കം ചെയ്യേണ്ട അനിവാര്യമാണ്. അവർ ജീവിക്കേണ്ട പ്രതലമല്ല ഈ ഭൂമിദേശം, അവരവിടെ മാറ്റേണ്ടതാണ്. അതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കും എന്ന് ഇറാൻ്റെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖംനായി വെറുതെ പറഞ്ഞതിൽ ഔദ്യോഗികപരമായിരിക്കുന്ന ഇറാൻ്റെ നിലപാട് പറഞ്ഞു എന്നുള്ളത് ലോകത്തെ അതിശയിപ്പിക്കുകയും ഞെട്ടിപ്പിക്കുകയും ചെയ്തിരിക്കുന്ന കാര്യമാണ്.